ഏതാണ് ഒരു മഞ്ഞ ആഫ്സാരി പടക്കോണെന്നാ തോന്നാ കേട്ടാ മുട്ടി നോക്കാം. എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിക്കണേ? ബസ്സകത്ത് നിക്ക. മണി 11:30 ഇവിടുന്ന് ലാസ്റ്റ് ബസ്സും പോയി കഴിഞ്ഞു. രാവിലത്തെ ഫസ്റ്റ് ബസ് കിട്ടിയാലും മതിയായിരുന്നു. ഇവിടെ ലോഡ്ജ് വല്ലതും ഇവിടെ ശ്രീകൃഷ്ണൻ അതിപ്പോ ഇന്ന് മുടക്കാണ്. അതെന്താ? അതിന്റെ മുതലാളി മരിച്ചുപോയി. ഞാനിപ്പോ കണ്ടതാണല്ലോ. അത് ഓണർ അല്ലടാ മണ്ട. ശരിയാട്ടാ. നിനക്ക് ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞു കൂടണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാനേറ്റ്. എന്റെ വീടത്തെ തൊട്ടടുത്താ. ചേട്ടന്റെ വീട്ടില് അസൗകര്യം വല്ലതും? ഒരു അസൗകര്യം ഇല്ല. ഞാൻ ബാച്ചിലറല്ലേ, പിന്നെ അറ്റാച്ചഡ് മാത്രമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഇവിടുത്തെ ആളുകള് വളരെ മോശമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളാ? ഈ ഞാൻ കൂടെ ഉള്ളപ്പോളാ. എന്നാ പിന്നെ അത് കണ്ടിട്ടുള്ള കാര്യം. നീ ധൈര്യമായിട്ട് വാ. ഇന്ന് എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ കുളിച്ചെഴുന്നേറ്റ് പോവാ. എന്താ ഗണേശ, നീ വിട്ടോ. ഞാനിവളെ കിടത്തി ഉറക്കിയിട്ട് രാവിലെ വരാം. കേട്ട പോലെ പുലിവാലായാല. എന്ത് പുലിവാലി? ഞാൻ അവളെ കെട്ടാൻ പോണൊന്നുമില്ല. അതല്ല, കണ്ടിട്ട് തറവാട്ടി പറഞ്ഞ പെണ്ണാണ് തോന്നുന്നത്. തറവാട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട വെറുതെ. അവളെ നെറ്റിൽ എഴുതി വെച്ചിരിക്കല്ലേ പഴയണെന്ന്. എന്നിട്ട് എനിക്ക് വായിക്കാൻ പറ്റണില്ല. നീ സ്കൂളിൽ പോയിട്ടില്ല? എന്നാ ഞാനും വരട്ടെ. അയ്യടാ, മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല. എനിക്ക് പ്രായമൊക്കെ ആയിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ. എന്റെ കാര്യം പറയണം കേട്ടോ. കുളിച്ചിട്ട് വരാട്ടാ. വണ്ടിയുടെ പുറകിലേക്ക് കയറിക്കോ. ശരി, ഓക്കെ. നീ ഇവിടെ എന്തിനു വന്നതാ? ഉത്സവത്തിന് വന്നതാ. എന്താ നിന്റെ പേര്? സുഹാസിനി. ആഹാ, നല്ല പേര്. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാനും ചേട്ടനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഉത്സവത്തിന് ഒരു സാരി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഏത് നിറമാണ് നിനക്ക് ഇഷ്ടം? വെള്ള. എനിക്കും. ചില സിനിമയിലൊക്കെ വെള്ള സാരിയെ കൊടുത്ത് ചില പ്രേതങ്ങൾ വരുന്നത് കാണാൻ എന്ത് രസമെന്നാ. വെള്ള സാരിയെ കൊടുത്ത് മുല്ലപ്പൊക്കെ ചൂടി വന്നാ നിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കല്യാണം കഴിക്കാൻ തോന്നും. സമയം കളയണ്ട, വേഗം പോ. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഇവിടെ ആരുമില്ല. ഇതെന്താ നിന്റെ മുല്ലപ്പൂവിന് ഒരു പാലപ്പൂവിന് വേണം? എന്ത് പേടിക്കണ്ട, ഇവിടെ പട്ടികളൊന്നുമില്ല. പക്ഷെ ഇന്നെന്താണെന്ന് അറിയില്ല, പട്ടികളുടെ ബഹളം. പേടിക്കണ്ട, വാ. ഇവിടെ പാലും പഴമൊന്നുമില്ല. ഒരു പൈൻ്റ് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഇനി വാതിലടച്ചത് വേണ്ട. സന്തോഷമായോ? ചേട്ടാ, എനിക്കിതൊന്നും പരിചയമില്ല. ഞാനും ഫസ്റ്റ് ടൈമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. എനിക്ക് നാണാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ കണ്ണടക്കാം. ഇങ്ങനെ ഞാൻ പറയുന്നത് വരെ തുറക്കരുത്. അധികം സമയം കളയേണ്ടി വരില്ല. ഞാൻ കണ്ണു തുറക്കൂല. ഈ ബട്ടൺ സഹിക്കാനും പറ്റണല്ലോ. ചേട്ടൻ സുന്ദരനാണല്ലോ. വരുന്ന ഞാൻ നീ അങ്ങ് ക്ഷീണിച്ച് എല്ലാം തോലും ആയി പോയല്ലോടി. നിന്നെ ഞാൻ ഒന്ന് തടി വെപ്പിച്ച് എടുക്കും. എന്താ കഴിഞ്ഞ
എന്നാ ഞാൻ കേട്ടെ. ആ. ആശാൻ വേർതിരിക്കണത് ഫാനില്ലല്ലോ. എനിക്ക് ഫാനൊന്നും വേണ്ട. അതല്ലേ ആശാനെ, കാശ് വല്ലതും കൊടുക്കണം. അയ്യോ ഫ്രീ ആണ്. അയ്യോ എന്നാ ആശാൻ ഇപ്പൊ വരണ്ട, രാവിലെ വന്നാ മതി. ഇങ്ങനെ കലക്കാലക്കും. ആദ്യരാത്രിയിൽ നീ നിന്റെ വീടിന്റെ തെക്ക് ഭാഗം 12 അടി മാറി 2 അടി കുഴിച്ചാൽ എല്ലാ ദുർചിന്തകൾക്കും സമാപ്തി ലഭിക്കും. 12 അടി മാറി 2 അടി കുഴിച്ചാ എന്ത് മാങ്ങാത്തിരി കിട്ടാനാണ്? സ്വാമിക്ക് വട്ടാണ്. അത് ഈ പാതിരാത്രിക്ക്. വേറെ പണിയൊന്നുമില്ല. എന്തായിരിക്കോ കള്ളസ്വാമി പറഞ്ഞത്? വല്ല നിധിയായിരിക്കും. പോയി നോക്കളെ. ഒന്ന് 2 3 4 5 6 7 8 9 10 11 12. ഈശ്വര, ഒരു 5 കിലോ സ്വർണ്ണമെങ്കിലും കിട്ടണേ. അയ്യോ അയ്യോ പോയി രക്ഷപ്പെട്ടു. ഒന്ന് 3 2 4 1 2 3. അയ്യോ തെറ്റി. മാച്ചുകളെ ഇപ്പൊ എത്താൻ തുടങ്ങാം. 2 3 1 4 7 9 8. ഒരു തലയൊട്ടി ഇതിലെ പോടണ്ട. തലയൊട്ടി ഭ്രാന്തനാണല്ലേ? സ്വാമി ആയിരുന്നല്ലേ? നമസ്കാരം. ഞാൻ വിചാരിച്ച സ്വാമി മുടിവെട്ടിയത്. ഇപ്പൊ കറക്റ്റാണ്. ഞാൻ ആ 12 അടി തപ്പി കാലത്ത് ഇറങ്ങിയതാ. ഇതുവരെ കിട്ടിയില്ല. അതെ, ആ 12 അടി എന്നുള്ള ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 15 അടിയാക്കി തരും. വളരെ ഉപകാരം. ഇനി 15 വരെ എണ്ണിയാ മതിയല്ലോ. 2 4 3 1 4. തെറ്റിച്ച് കംപ്ലീറ്റ് തെറ്റിച്ച്. ഞാൻ എവിടെ എണ്ണി നിർത്തിയത്? 7 9 10 4 6